ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിനുള്ളില് സ്ത്രീകള് അവരുടെ അവസ്ഥ എന്താണ്, അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. അവര് നമ്മളെ കുടുംബാന്തരീക്ഷത്തിനകത്ത് സ്ത്രീകള് അമ്മമാര് സന്തോഷവാന്മാരാണോ, അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥ അനുഭവപ്പെടുന്നുണ്ടോ, ആരെങ്കിലും ഏതെങ്കിലും മാതാക്കള് ഡിപ്രഷനിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ സമൂഹത്തില് ഏത് മതവിഭാഗമാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ, ഏത് മതവിഭാഗമാണെങ്കിലും നമ്മുടെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാല് സ്ത്രീകളെ ഓരോ സമുദായം കൽപ്പിക്കുന്നത് അവർ വീട്ടുജോലി എടുത്താൽ മതി, നമ്മ വീട്ടിലിരിക്കുക, വീട്ടിൽ മക്കളെ നോക്കിയിരിക്കുക, പുരുഷന്മാര് മറ്റു പുറം ജോലികൾക്ക് പോകട്ടെ, വീട്ടിലേക്കുള്ള വരുമാനം കൊണ്ടുവരട്ടെ. അതായത് ഒരു അണ്ടർസ്റ്റുഡ് രീതിയിലാണ് കാണുന്നത്. അത് നമ്മൾ എത്ര പുരോഗമിച്ചെങ്കിൽ പോലും നമ്മളെ ഓരോ മതത്തിന്റെയും അല്ലെ ഓരോ സമുദായത്തിനും ഉള്ളിന്റെ ഉള്ളിൽ പരിശോധിച്ച് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. എന്നാല് ചിലരെങ്കിലും സർക്കാർ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരവസ്ഥ അതിലും പരിതാപകരം. കാരണം എന്താ വെച്ചാൽ അവര് സർക്കാർ ഓഫീസുകൾ മുഴുവൻ അവർ ജോലി ചെയ്യണം, അത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം, പിന്നെ മക്കളെ സംരക്ഷിക്കണം, ആ രീതിയിലേക്കാണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഒരു ഒരു 18 വയസ്സ്, സ്ത്രീക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു 18 ഒരു 25 വയസ്സിന്റെ ഉള്ളിൽ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ആകെ ഒരു സമൂഹത്തിന് ആകെ പ്രശ്നമാണ്. ഇതെന്താ കല്യാണം നടക്കാത്തത്, ഇത് പ്രഷറാണ്. കല്യാണത്തെ കുറിച്ച് സ്ത്രീകളെ മേലെ ഒരു പ്രഷർ അടിച്ചേൽക്കും. ഇത് പുരുഷന്മാർക്ക് എന്ത് പ്രശ്നം, പുരുഷന്മാർ 35 വയസ്സ് കഴിഞ്ഞാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒന്നും ചോദിക്കുന്ന ആളുകൾ. അതുപോലെ നമ്മുടെ സമുദായത്തിൽ ഒരു സ്ത്രീകളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, തെറ്റായ കാഴ്ചപ്പാടാണ് ഉള്ളത്. മറ്റൊന്നാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അത് പല ജോലികൾക്കും ഇപ്പൊ ചില സർക്കാർ സർവീസിൽ ആണാലും പെണ്ണാലും ഒരേ സാലറിയാണ് വരിക. എന്നാലും ഇപ്പോഴത്തെ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ആണും പെണ്ണും ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ആണ് കുറച്ച് ശമ്പളം കൂടുതൽ, സ്ത്രീകളെ കുറച്ച് കമ്മിയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും കാണുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം ഡിസിഷൻ മേക്കിംഗ്. ഒരു കുടുംബത്തില് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ മനസ്സിലാവുന്ന ഒരു 80% ഫാമിലികളിലും വലിയ വലിയ കുടുംബത്തിലെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ പുരുഷന്മാരെ നേരിടണം ചെയ്യുന്നത്. എന്നാൽ ചെറിയ ഒരു 20% അത് കൂടി ആലോചിച്ച് ഏറ്റവും നല്ലത് എന്താണ്, സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ അവർ നമ്മളെ ഒരു ഫാമിലി ഭാഗമാണ്, അവർ കൂടിയാലോചന ചെയ്തിട്ടാണ് അത് ശരിക്കും ചെയ്യേണ്ടത്. അത് ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും കേരള സമൂഹം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ വിവാഹം കഴിഞ്ഞാല് നമ്മുടെ നാടുകളിൽ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് വലിയ പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു പുതിയ സാഹചര്യത്തിന് വരും, എന്നിട്ട് അവര് ഒരു പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ അവര് മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ അറേബ്യൻ കൾച്ചർ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറൊക്കെ വിവാഹത്തോടു കൂടി അവർ പുതിയ ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്റെ അഭിപ്രായം അങ്ങനെയാണുള്ളത്. ഇപ്പൊ ന്യൂജൻ മക്കളൊക്കെ അങ്ങനെയാണ് കാണുന്നതും. അതൊരു ഈ വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിലെ താമസം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷൻസും ഒരുപാട് തലവേദന അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെ നോക്കുന്ന ഉത്തരവാദിത്തം മുഴുവൻ സ്ത്രീകൾക്ക് മാത്രമല്ല, വയസ്സായ രക്ഷിതാക്കളെ നോക്കുന്ന ഉത്തരവാദിത്തം സ്ത്രീകൾക്ക്. ഈ വയസ്സായ നോക്കുന്ന മക്കളെ പറയുമ്പോൾ നമ്മളൊരു ഒരു കുടുംബത്തിന്റെ ഓഹരി വിഭജനം നടക്കുമ്പോൾ വയസ്സായ രക്ഷിതാക്കളും പഴയൊരു വീടും അവിടുത്തെ ചെറിയ മകനും കൊടുക്കും. ഈ ചെറിയ മകന്റെയും ചെറിയ മരുമകളെയും ഉത്തരവാദിത്തമാണ് ഈ വയസ്സന്മാരെ നോക്കുക. ആ സംവിധാനം തെറ്റാണ്. വയസ്സന്മാരെ നോക്കേണ്ടത് ആ രക്ഷിതാക്കളെ, മക്കളെ എല്ലാവരും തുല്യ ഉത്തരവാദിത്തത്തിൽ നോക്കണം. അല്ലാതെ ഒരു ചെറുമകന് മാത്രം അത് കൊടുത്തിട്ട് ചെറുമകനും ചെറിയ മരുമകളും മരണം വരെ അവരെ വളരെ പ്രയാസപ്പെട്ട് നോക്കുക എന്നത് എനിക്ക് അഭിപ്രായം അതിലില്ല. എന്തായാലും ഈ അഭിപ്രായത്തിലൊക്കെ ഈ അഭിപ്രായത്തോട് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ കൃത്യമായിട്ട് അത് പ്രതികരിക്കാൻ അത് ചെയ്യും. പിന്നെ മറ്റൊന്നാണ് ഈ നമ്മുടെ സമുദായത്തിൽ ഡൈവേഴ്സ് കഴിഞ്ഞിരിക്കുന്ന വിവാഹം മോചനം നടക്കുന്ന സ്ത്രീകളെ ഒരു രണ്ടാം കടയായിട്ട് നമ്മൾ കാണുന്നത്. അവർക്ക് ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ വേണ്ടത്ത അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലൊക്കെ അത് കാണുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് പാരന്റിങ് പ്രഷർ. മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴും ഭൂരിപക്ഷം കുടുംബങ്ങളും സ്ത്രീകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആണുങ്ങൾ കുറച്ച് ഇടപെടുന്നല്ലാതെ ചിലപ്പോൾ ചില തല തെറിച്ച മക്കളുണ്ടാവും, ആൺമക്കള്. തല തെറിച്ച പെൺമക്കളും ഇപ്പൊ ന്യൂജനിൽ കാണുന്നുണ്ട്.
വിവാഹ സമയത്ത് ആരുടെ കൂടെ ഓടിപ്പോലും ചാടിപ്പോലെ വലിയ 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 പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊക്കെ ഈ പാരന്റിങ്ങിന്റെ കാര്യത്തിലും ഈ പാരന്റിങ് പ്രഷർ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ അനുഭവപ്പെടുന്നത് വളരെ തുച്ഛമായ ഒരു ഭാഗം മാത്രമേ പുരുഷന്മാർ അതിൽ അനുഭവപ്പെടുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആണ് ചില വീടുകളെങ്കിലും ഇപ്പോഴും ഈ വൈകുന്നേരങ്ങളിൽ കലഹങ്ങളും സ്ത്രീകളെ തല്ലലും അവരെ ഉപദ്രവിക്കലും അവരെ ഒരു ചവിട്ടി ഒരു മൂലക്കലാക്കുന്ന ഒരു അവസ്ഥ പല വീടുകളിലും കാണുന്നുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റാണ് ഈ നമ്മുടെ സോഷ്യൽ ഇമേജ്. നമ്മുടെ നാട്ടില് സ്ത്രീകളാണെങ്കിൽ അവർ ഇന്ന സമയത്ത് ഇന്ന വേഷം ധരിക്കാൻ പാടുള്ളൂ, അവർ ഇന്ന വാഹനത്തിൽ പോകാൻ പാടുള്ളൂ, ഇന്ന ആളെ കൂടെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചായയിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇന്ന ആള് കാണാൻ പാടില്ല, ഇന്ന സമയത്ത് വരാൻ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഒരു നിയമങ്ങൾ. അതൊന്നും ഒരു ശരിയായ നിലപാടായി തോന്നുന്നില്ല. അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മുടെ സമൂഹത്തെ കളങ്കപ്പെടുത്താത്ത രീതിയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം അവർക്കും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ വീട്ടുജോലിയിലെ അസമത്വം. നേരത്തെ പറഞ്ഞ തന്നെ ഈ വീട്ടുജോലിയിലെ അസമത്വം ശരിക്കും അത് വീട്ടുജോലിയാണെങ്കിലും മക്കളെ സംരക്ഷിക്കലാണെങ്കിലും അത് സ്ത്രീകളും പുരുഷന്മാരും തുല്യ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ മുകളിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ കുടുംബങ്ങളിലകത്ത് സ്ത്രീകൾ ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് പ്രയാസങ്ങൾ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് അസ്വസ്ഥതകൾ അവിടെ അവരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ അവർ പല ആളുകളും ഭയങ്കര സ്ട്രെസ്സിലാണ്, ഭയങ്കര സമ്മർദ്ദത്തിലാണ്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് സമ്മർദ്ദകര മാനസികാവസ്ഥയിൽ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ വർക്ക് ചെയ്യും. ഈ ഹോർമോൺ നല്ല ഉൽപാദനം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ഊർജം കൂടുതലായിട്ട് ശരീരം ഉപയോഗിക്കേണ്ടി വരും. ഈ ഊർജം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറും. ഇങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക, പൊണ്ണത്തടിയിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ട്. ഇപ്പൊ പൊണ്ണത്തടിക്കുള്ള ഒരു കാരണമുള്ളത് ഒന്നുള്ളത് ഈ സമ്മർദ്ദമാണ്. മറ്റൊരു മെയിൻ കാരണം ഭക്ഷണം കൂടുതൽ എടുക്കുക. മറ്റൊരു കാരണം വരുന്നത് ഈ ഉറക്കമില്ലായ്മയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും കൂടി നമ്മൾ ബന്ധിപ്പിക്കാൻ കഴിയും. കാരണം പല കുടുംബങ്ങളിലും സ്ത്രീകൾ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് ഉറക്കക്കുറവും അവർക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ ഇവരെ ഘട്ടം ഘട്ടമായിട്ട് പല അസുഖങ്ങളിലേക്കും പ്രത്യേകിച്ച് പൊണ്ണത്തടിയിലേക്കും അവരെ മാറ്റുന്നുണ്ട്. നാളെ നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക.